പ്രിയമുള്ളവരെ, എല്ലാവർക്കും ശുഭദിനം, സുപ്രഭാതം. ചരിത്രത്താളുകളിൽ ഇന്നേ ദിവസം എന്ന പങ്ക്തിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 28-ാം തീയതി 2022 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ് കോടിയേരി ബാലകൃഷ്ണൻ ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് ഒഴിഞ്ഞതിനാൽ എം വി ഗോവിന്ദനെ CPM സംസ്ഥാന സെക്രട്ടറിയായി നിയമിച്ചത്. 2016 ഒരു എയർ ബ്രീത്തിങ് പ്രൊപ്പൽ സിസ്റ്റം അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ISROയുടെ സ്ക്രാംജെറ്റ് എഞ്ചിൻ അതിൻ്റെ ആദ്യ പരീക്ഷണ ദൗത്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ വിജയകരമായി നടത്തിയത് 28-ാം തീയതിയാണ്. 1993 ചൈനയിലെ ചിങ്ഹായിൽ അണക്കെട്ട് തകർന്ന് 223 പേർ മരിക്കുന്നത് ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. 1990 ഗൾഫ് യുദ്ധം ഇറാഖ് കുവൈറ്റിനെ അതിൻ്റെ പുതിയ പ്രവിശ്യയായി പ്രഖ്യാപിക്കുന്നത് ഓഗസ്റ്റ് 28-ാം തീയതി 1990-ലാണ്. 1988 പടിഞ്ഞാറൻ ജർമ്മനിയിൽ റാംസ്റ്റീൻ എയർ ഷോ ദുരന്തം ഇറ്റാലിയൻ പ്രദർശന സംഘത്തിൻ്റെ 3 വിമാനങ്ങൾ കൂട്ടിയിടിക്കുകയും അവശിഷ്ടങ്ങൾ ജനക്കൂട്ടത്തിലേക്ക് വീഴുകയും ചെയ്തു. 75 പേർ കൊല്ലപ്പെടുകയും 346 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് 1988 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. 1963 മാർട്ടിൻ ലൂതർ കിങ് എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം നടത്തിയത് ഓഗസ്റ്റ് 28-ാം തീയതിയാണ്. 1955 കറുത്ത കൗമാരക്കാരനായ എമ്മറ്റിൽ മിസിസിപ്പിയിൽ നിഷ്ഠൂരമായ കൊല ചെയ്യപ്പെടുകയാണ്. ഇത് നവോത്ഥാന പൗരാകാശ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. 1953 നിപ്പോൺ TV അതിൻ്റെ ആദ്യ ടെലിവിഷൻ പരിപാടി, ആദ്യ ടെലിവിഷൻ പരസ്യം ഉൾപ്പെടെ സംപ്രേഷണം ചെയ്തത് 1953 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. 1943 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഡെൻമാർക്ക് പ്രതിരോധ പ്രവർത്തനങ്ങളെ ഡാനിഷ് അധികാരികൾ അടിച്ചമർത്തണമെന്ന് ജർമ്മൻ അധികാരികൾ ആവശ്യപ്പെടുകയാണ്. അടുത്ത ദിവസം സൈനിക നിയമം ഡെൻമാർക്കിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഈ ദിവസമാണ്. 1937 ടൊയോട്ട മോട്ടോഴ്സ് ഒരു സ്വതന്ത്ര കമ്പനിയായി രൂപപ്പെടുന്നത് ഈ ദിവസമാണ്. 1936 നാസി ജർമ്മനി തടങ്കൽ പാളയങ്ങളിൽ തടവിൽ കഴിയുന്ന യഹോവയുടെ സാക്ഷികളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് 28-ാം തീയതിയാണ്. 1924 ജോർജിയൻ പ്രതിപക്ഷം സോവിയറ്റ് യൂണിയനെതിരായിട്ടുള്ള ഓഗസ്റ്റ് പ്രക്ഷോഭം നടത്തിയത് ഇതേ ദിവസമാണ്. 1916 ഇതേ ദിവസം ഒന്നാം ലോക മഹായുദ്ധം ഇറ്റലി ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഓഗസ്റ്റ് 28-ാം തീയതിയാണ്. 1916 ഓഗസ്റ്റ് 28-ാം തീയതി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി റൊമേനിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. 1898 കാലെ ബ്രാഡ്മിൻ്റെ പാനീയമായ ബ്രാൻഡ് ഡ്രിങ്ക് അത് പെപ്സി കോള എന്ന് പുനർനാമകരണം ചെയ്യുന്നത് 1898 ഓഗസ്റ്റ് 28-ാം തീയതി. ജെയിംസ് കെഴ്സി പ്രശസ്ത കൊറിയർ കമ്പനിയായ UPS ഇറ്റാലിയയിൽ സ്ഥാപിക്കുന്നത് 1907 ഓഗസ്റ്റ് 28-നാണ്. 1845 സയൻറ്റിഫിക് അമേരിക്കൻ മാസികയുടെ ആദ്യ ലക്കം പ്രസിദ്ധീകരിക്കുന്നു. 1879 ആംഗ്ലോ സുലു യുദ്ധം നടക്കുന്നു. തെക്കൻ ആഫ്രിക്കൻ രാജ്യമായ സുലസിൻ്റെ അവസാന രാജാവായ സെട്രോയെ ബ്രിട്ടീഷുകാർ പിടികൂടുന്നത് ഇതേ ദിവസമാണ്. 1810 നെപ്പോളിയൻ യുദ്ധങ്ങൾ. ഗ്രാൻഡ് പോർട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷ് റോയൽ നേവി ഫ്ലീറ്റിൻ്റെ കീഴടങ്ങൾ ഫ്രഞ്ച് നാവികസേന അംഗീകരിക്കുന്നത് ഇതേ ദിവസമാണ്. 1640 ചാൾസ് ഒന്നാമൻ രാജാവിൻ്റെ ഇംഗ്ലീഷ് സൈന്യം ന്യൂബേൺ യുദ്ധത്തിൽ സ്കോട്ടിംഗ് ഉടമ്പടി സേനയോട് തോൽക്കുന്നത് 1640 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. 1542 ടർക്കിഷ് പോർച്ചുഗീസ് യുദ്ധം നടക്കുന്നു. അത് പോർച്ചുഗീസ് നേതാവ് ക്രിസ്ത്യാനോ ഡ ഗാമയെ പിടികൂടുകയും പിന്നീട് വധിക്കപ്പെടുകയും ചെയ്യുന്നത് ഇതേ ദിവസമാണ്. ഈ ശബ്ദ സന്ദേശം ശ്രവിച്ച നിങ്ങൾക്കേവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.